സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. ആ സേതുമാധവൻ സാർ മരിച്ചതിൽ പിന്നെയാ ഇവരെല്ലാം ഇത്ര കഷ്ടത്തിലായി പോയത്. ഇപ്പൊ കണ്ടില്ലേ, വല്ലവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. എന്താണ് ഇതൊക്കെ? സ്റ്റഡി ടേബിൾ എല്ലാം ഒതുക്കിയപ്പോ അവിടെ ഇവിടെയും ചിതറിക്കിടന്ന കുറച്ച് കടലാസുകളാ. അവിടെ കാർഡ്ബോർഡിൽ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതൊക്കെ എടുത്ത് കളഞ്ഞോ? അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. മോളുടെ അമ്മ ഒരു വക്കീലിന്റെ ഭാര്യയല്ലേ? എല്ലാ തെളിവുകളും കൃത്യമായി പരിശോധിച്ചിട്ട് എന്തും ചെയ്യും. പഴയ പുസ്തകങ്ങൾ മാറുന്നതിന് പോലും മോളുടെ അമ്മയ്ക്ക് ഓരോ രീതികളുണ്ട്, അല്ലേടോ? ഉറക്കം വരാത്തോണ്ട് വെറുതെ ഓരോന്നും ചെയ്തോന്ന് മാത്രം. ശരി, എന്നാ പിന്നെ കിടന്നു. ഗുഡ് നൈറ്റ്. മോളെ വേഗം കയറി കിടന്നു, നാളെ സ്കൂളിൽ പോകണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ഈ സച്ചിയുടെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല. 8-10 കൊല്ലം മുമ്പ് എന്നോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണ് അവന്റെ ഭാഗ്യമായിരുന്നു. അവള് പോയ പിന്നെ അവനെല്ലാം നഷ്ടപ്പെട്ടത്. നെല്ലിശ്ശേരിയുടെ ഐശ്വര്യം പോലും. പക്ഷെ ഈ ഐശ്വര്യത്തിന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ രേഖകൾ ആരതി വക്കീലിന് കിട്ടിയ അതോടെ എൻ്റെ കുടുംബത്തിന്റെ ശാപം അവസാനിക്കും. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കി ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. അതിന് അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. വല്ലവരും വെട്ടിഞ്ഞുറുക്കി ഇട്ടപ്പോ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ മറക്കണ്ട. ഓർമ്മയുണ്ടേ. അമ്മയുടെ മോളെവിടെ? എന്റെ ഭാര്യ ശിശിര. മോളിലുണ്ടാവുമല്ലേ? ശിശിരേ, ശിശിരേ. ഇവൻ നേരെയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ശിശിര. നിങ്ങൾ പിന്നെയും കള്ളുടി തുടങ്ങിയോ? കള്ളുപിടിച്ച എന്താടി കുഴപ്പം? എന്താടി കുഴപ്പമെന്ന്? നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല.